ഇനി കണ്ണൂരിലെ ഒരു പ്രത്യേക ദേവാലയത്തിന്റെ വാർത്തയിലേക്കാണ്. പ്രതിഷ്ഠയിലെ പ്രത്യേകത കൊണ്ട് ശ്രദ്ധേയമാണ് കണ്ണൂർ പ്രാപ്പുലിയിലെ നവപുരം മതാതീത ദേവാലയം. ദൈവങ്ങൾക്ക് പകരം പുസ്തകമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുസ്തകങ്ങൾ എഴുതിയാൽ ഉടൻ ആദ്യ കോപ്പി ഇവിടെ സമർപ്പിക്കുന്ന നിരവധി എഴുത്തുകാരുമുണ്ട്. നടുമുറ്റത്ത് ഒരു കൽവിളക്ക്, ശ്രീകോവിൽ, ഒരു ദേവാലയത്തിൻ്റെതായ എല്ലാ കാഴ്ചകളും കാണാം. എന്നാൽ ഇങ്ങനെയൊരു ക്ഷേത്രം ലോകത്ത് മറ്റൊന്നുണ്ടോ എന്നത് സംശയമാണ്. ഇത് കണ്ണൂർ പ്രാപ്പോയിൽ കക്കോട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠയാണ് ഈ ദേവാലയത്തെ വ്യത്യസ്തമാക്കുന്നത്. വിഗ്രഹങ്ങൾക്ക് പകരം പുസ്തകമാണ് പ്രതിഷ്ഠ. 3 സെന്റിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് ഗ്രന്ഥം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നവപുരം മതാതീത ദേവാലയം എന്നാണ് പേര്. പ്രഭാഷകനും സാമൂഹ്യ ചിന്തകനുമായ പ്രാപ്പോയിൽ നാരായണൻ മാസ്റ്ററുടേതാണ് ആശയം. സ്വന്തം ഭൂമിയിൽ അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. നവപുരം മതാതീത ദേവാലയത്തെ സംബന്ധിച്ച് പുരോഹിതന്മാരില്ല, പൂജാരിമാരില്ല. കാരണം അറിവിൻ്റെ അവസാനത്തെ ഉത്തരം ഞങ്ങളല്ല. സാധാരണ മതങ്ങളൊക്കെയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളാണ് അവസാനത്തെ ഉത്തരം എന്നവർ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ ഒരു വഴി മാത്രമാണ്. ഇതുവഴി നിങ്ങൾക്ക് സഞ്ചരിക്കാം, ഇവിടെയും കൂടെ കയറിയിട്ട് പോകാം എന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എത്തേണ്ട അവസാനത്തെ ഇതാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതായത് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഇവിടെയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പം വിശാലമായ അറിവിൻ്റെ ഒരു പ്രപഞ്ചത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് നവപുരം ലക്ഷ്യമിടുന്നത്. വഴിപാടുകളിലും പൂജകളിലും പ്രസാദത്തിലും കാണിക്കകളിലും എല്ലാം പ്രത്യേകതയുണ്ട്. പ്രസാദമായി നൽകുന്നത് പുസ്തകങ്ങൾ തന്നെ. പുതിയ പുസ്തകങ്ങൾ എഴുതിക്കഴിഞ്ഞാൽ പ്രസാദനത്തിന് മുന്നേ എഴുത്തുകാർ ഈ ദേവാലയത്തിൽ സമർപ്പിക്കും. ഏകാഗ്രതയോടെ എഴുതാൻ ഇവിടെ എത്തി തപസ്സിരിക്കുന്ന എഴുത്തുകാരുമുണ്ട്. ഇവിടെ ഉത്സവവും നടക്കും. കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ സമർപ്പിക്കപ്പെടുന്നത് പുസ്തകങ്ങൾ തന്നെ. വിദ്യാരംഭം കുറിക്കാനും ആളുകൾ ഇവിടേക്കെത്തും. മറ്റ് കലാരൂപങ്ങൾ അവതരിപ്പിക്കാനും സൗകര്യമുണ്ട്. വായനയിലൂടെ പൂർണ്ണനാകുന്ന മനുഷ്യന് ഒരു മതത്തെയും നിന്ദിക്കാൻ ആവില്ലെന്നും എല്ലാ നന്മകളെയും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നതുമാണ് ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന തത്വം. പുസ്തകങ്ങൾക്ക് മതത്തിന്റെ പേരിലെ വിഭജനം ഇല്ലാതാക്കാനാകുമെന്നും ഓർമ്മിപ്പിക്കുന്നു ഈ ദേവാലയം. ന്യൂസ് മലയാളം, കണ്ണൂർ.